സർവീസിൽ നിന്നും വിരമിക്കുന്നവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ കാലതാമസമുണ്ടാകുന്നതായിട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നിശ്ചിത സമയത്തിൽ കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ നൽകുകയാണ്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്പാർക്കിൽ നിന്നും ഓരോ വർഷവും ജനുവരി 1-ാം തീയതിയും ജൂലൈ 1-ാം തീയതിയും ആ തീയതി മുതൽ 18 മാസങ്ങൾക്കുള്ളിൽ വിരമിക്കുന്ന ജീവനക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഓഫീസ് മേലധികാരിക്കും പ്രിസത്തിനും നൽകേണ്ടതാണ്. പ്രസ്തുത ലിസ്റ്റിൽ ഉൾപ്പെട്ട ജീവനക്കാർ പെൻഷനുള്ള അപേക്ഷ സമയബന്ധിതമായിട്ട് സമർപ്പിക്കണമെന്ന് കാണിച്ച് ജീവനക്കാരൻ വിരമിക്കുന്നതിന് 18 മാസം മുമ്പ്, 12 മാസം മുമ്പ്, തുടർന്ന് ഓരോ മാസവും പെൻഷനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് വരെ സ്പാർക്കിൽ നിന്നും ജീവനക്കാരനും ഓഫീസ് മേലധികാരിക്കും SMS അലേർട്ട് നൽകേണ്ടതാണ്. അടുത്തത് വിജിലൻസ് കേസ്, കോടതി കേസ് അല്ലെങ്കിൽ വകുപ്പ് തല അച്ചട നടപടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിരമിക്കുന്നതിന് 6 മാസം മുമ്പ് തന്നെ പെൻഷനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും ആയത് യഥാസമയം പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് അയച്ചു നൽകിയിട്ടുണ്ടെന്നും ഓഫീസ് മേലധികാരി സാക്ഷ്യപ്പെടുത്തണം. അടുത്തത് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രൊപ്പോസൽ അതത് അധ്യയന വർഷം അവസാനിക്കുന്നത് വരെ കാത്തു നിൽക്കാതെ അവരുടെ യഥാർത്ഥ വിരമിക്കൽ തീയതിക്ക് 6 മാസം മുമ്പ് തന്നെ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അടുത്തത് സ്പാർക്കിൽ നിന്ന് ലഭിക്കുന്ന വിരമിക്കുന്ന ജീവനക്കാരുടെ ലിസ്റ്റ് 12 മാസങ്ങൾക്കുള്ളിൽ സർവീസ് വെരിഫിക്കേഷൻ ഓഫീസ് മേലധികാരി ആരംഭിക്കണം. ആ ജീവനക്കാരൻ്റെ സേവനകാലം, യോഗ്യമല്ലാത്ത സേവനകാലം, സർവീസ് ഭംഗം, സർവീസ് ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അധിക സേവനകാലം എന്നിവ കണക്കാക്കേണ്ടതാണ്. സർവീസ് വെരിഫിക്കേഷനും ആയതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ വാങ്ങുന്നത് ജീവനക്കാരൻ വിരമിക്കുന്നത് 6 മാസം മുമ്പ് തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. ജീവനക്കാരൻ വിരമിക്കുന്നതിന് 6 മാസം മുമ്പ് വരെയുള്ള ബാധ്യത രഹിതം തിട്ടപ്പെടുത്തണം. ഭാവിയിലുണ്ടാകുന്ന ശമ്പള വർധനവിന് കാത്തു നിൽക്കാതെ പെൻഷനുള്ള അപേക്ഷ നൽകുന്ന സമയത്തെ സേവന വേതന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തിട്ടപ്പെടുത്തി പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് സമർപ്പിക്കണം. ഒരു ജീവനക്കാരൻ്റെ ഓഫീസ് മാറ്റത്തെ തുടർന്ന് മാതൃകയിൽ കാണുന്ന അവസാന ശമ്പള സർട്ടിഫിക്കറ്റിൽ ബാധ്യത രേഖപ്പെടുത്തേണ്ടതും അവ ജീവനക്കാരിൽ നിന്നും അടിയന്തരമായിട്ട് വസൂലാക്കേണ്ടതുമാണ്. പുതിയ ബാധ്യത കണ്ടെത്തിയാൽ ഉടൻ തന്നെ അത് ഓഫീസറെ അറിയിക്കുകയും വേണം. ജീവനക്കാരൻ വിരമിച്ച് ഒരാഴ്ചക്കുള്ളിൽ അവസാന ശമ്പള സർട്ടിഫിക്കറ്റ് ട്രഷറി ഓഫീസർക്ക് നൽകണം. പണം, സ്റ്റോർ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരും വകുപ്പ് തലത്തിലോ ജുഡീഷ്യൽ തലത്തിലോ അച്ചടക്ക നടപടികൾ നേരിടുന്ന ഉദ്യോഗസ്ഥരും ഒഴികെയുള്ള എല്ലാ ജീവനക്കാരും ബാധ്യതാരഹിത പത്രം വിരമിക്കുന്ന ദിവസം ട്രഷറിയിൽ നൽകണം. വിജിലൻസ് കേസ് വിചാരണ എടുത്താൽ മാത്രമാണ് ജുഡീഷ്യൽ നടപടിയായിട്ട് പരിഗണിക്കുന്നത്. വിരമിക്കുന്ന ജീവനക്കാരൻ്റെ സർവീസ് ബുക്കും അതോടൊപ്പം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് നൽകണം. DCRG, പെൻഷൻ, കമ്മ്യൂട്ടേഷൻ എന്നീ ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ട് AGയിൽ നിന്നും ഓതറൈസേഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് ഓഫീസ് അധികാരി ഉറപ്പുവരുത്തണം. പെൻഷൻ പ്രൊപ്പോസൽ അക്കൗണ്ടൻറ്റ് ജനറലിന് മുൻകൂറായിട്ട് സമർപ്പിച്ച ശേഷം വിരമിക്കുന്ന തീയതി വരെയുള്ള കാലയളവിൽ സേവന വേതന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം വകുപ്പ് തലത്തിലോ ജുഡീഷ്യൽ തലത്തിലോ അച്ചടക്ക നടപടികളുണ്ടെങ്കിൽ ആയതിൻ്റെ സാക്ഷ്യപത്രവും AGക്ക് സമർപ്പിക്കേണ്ടതാണ്. DCRG അനുവദിക്കുന്നതിലെ കാലതാമസത്തിന്